ഇറ്റലിയെ ഇന്നും വിടാതെ പിന്തുടരുന്ന ഒരു പ്രേതമുണ്ടെന്നാണ് പറയപ്പെടാറ്. കരിയറിലെ അവസാനത്തെ മാച്ചിൽ, അതും വേൾഡ് കപ്പ് ഫൈനലിൽ റെഡ് കാർഡ് കാണേണ്ടി വന്ന ഒരു താരത്തിന്റെ ശാപം. 53-ലെ അൾജീരിയൻ വാറിന് മുമ്പ് ഫ്രാൻസിലേക്ക് കുടിയേറിയതായിരുന്നു സിദാന്റെ പാരന്റ്സ്. ജനിച്ചു വളർന്നത് കഷ്ടതകളും വംശീയതയും നിറഞ്ഞ മാഴ്സ നഗരത്തിൽ. അറബ് ഫ്രഞ്ച് ഐഡന്റിറ്റി കാരണം റേഷ്യൽ ഇൻസൾട്ടുകളും, അത് കാരണം സെൻസിറ്റീവായ ഒരു പ്രകൃതവും, ഒപ്പം തന്നെ അധിക്ഷേപിച്ചവരെ കായികമായി നേരിട്ടതിന് പണിഷ്മെന്റും ഒക്കെ നിറഞ്ഞ ഒരു കുട്ടിക്കാലം. എങ്കിലും മിഡ്ഫീൽഡിലെ ഒരു പെയിന്റിംഗ് പോലെ ചിത്രം വരച്ച സിദാൻ യുവന്റസ് കുപ്പായം അണിയുകയും ഒരുപാട് കിരീടങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിദാന്റെ കരിയർ കൂടുതലായി അടയാളപ്പെടുത്തിയത് ഫ്രാൻസിന് വേണ്ടിയായിരിക്കും. 98-ൽ ആദ്യ വേൾഡ് കപ്പ് നേട്ടത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ സിദാന് കളിക്കാൻ സാധിക്കുന്നു. പ്ലേമേക്കറായി തിളങ്ങിയ താരം പക്ഷേ വേൾഡ് കപ്പ് ഫൈനൽ റൗണ്ടിൽ റെഡ് കാർഡ് കാണുന്ന ആദ്യത്തെ ഫ്രഞ്ച് പ്ലെയർ ആയത് ചരിത്രത്തിന്റെ ഒരു യാദൃശ്ചികതയാവാം. അന്ന് ഫൈനലിൽ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസായ ബ്രസീലിനെതിരെ അതുവരെ ടൂർണമെന്റിൽ ഗോൾ നേടാഞ്ഞ ഇതേ സിദാൻ തന്നെ എണ്ണം പറഞ്ഞ 2 ഹെഡർ ഗോളുകൾ നേടുമ്പോൾ കമന്റേറ്റർ പറഞ്ഞത് ദ ലൈറ്റ്നിങ് ഹാസ് സ്ട്രൈക്കൻ ട്വൈസ് എന്നാണ്. ഫ്രാൻസ് ആദ്യ വേൾഡ് കപ്പ് നേടുമ്പോൾ സിദാൻ മാൻ ഓഫ് ദ മാച്ച് ആവുകയും ആ വർഷം ബാലൻ ഡ്യൂറും നേടി ഫ്രാൻസിന്റെ അഭിമാനമായി മാറുന്നുണ്ട്. പിന്നാലെ 2000 യൂറോയിൽ ടൂർണമെന്റിലെ താരമായി ഫ്രാൻസിന് കിരീടം നേടിക്കൊടുക്കുന്നു. 2001-ൽ റയലിലേക്ക് റെക്കോർഡ് ട്രാൻസ്ഫറും, തൊട്ടടുത്ത വർഷം UCL ഫൈനലിൽ ഒരു കിടിലം വോളി ഫിനിഷിലൂടെ റയലിന് UCL-ലും നേടിക്കൊടുക്കുന്നുണ്ട് സിദാൻ. ഹി വാസ് ഗോയിങ് ത്രൂ ഹിസ് കരിയർ പീക്ക്. 2002 വേൾഡ് കപ്പിലെയും 2006 യൂറോയിലെയും പരാജയത്തിന് പിന്നാലെ സിദാൻ റിട്ടയർ ചെയ്തെങ്കിലും നാഥനില്ലാത്ത ഫ്രാൻസിനെ 2006 വേൾഡ് കപ്പിൽ നയിക്കാൻ അയാൾ തിരിച്ചു വരാൻ നിർബന്ധിതനാവുന്നുണ്ട്.